ഹായ് എവരി വൺ, ഇറ്റ്സ് മി രാഹുൽ. വെൽക്കം ടു ചാട്ടോക്സ്. സോ നമ്മൾ ഒരു മാസം കഴിഞ്ഞു അല്ലേ, 1 മന്ത് കഴിഞ്ഞു. നമ്മളെല്ലാം പ്രോഫിറ്റിലാണ്. ലാസ്റ്റ് മന്ത് പി ആൻഡിൽ തീർന്നിട്ടുള്ളത്. ഇറ്റ്സ് ഗുഡ് ഫോർ എവരി വൺ. എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ മെമ്പേഴ്സ്, നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു മാസമായിരുന്നു ലാസ്റ്റ്. സോ നമുക്ക് പുതിയ മാസം സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ, ആൻഡ് പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് ഒരു ബ്രോഡ് അനാലിസിസ് ആണ് ഉള്ളത്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണുക. പിന്നെ നാളെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മുടെ മൺഡേ നൈറ്റിലാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കാം. സോ ഗോ ടു ദ ചാർട്ട്. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ മന്ത്ലി അനാലിസിസിലോട്ട് ജസ്റ്റ് മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കാം. ഓക്കെ, മന്ത്ലി ചാർട്ട് എന്തിനാണ് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, മന്ത്ലി ലാസ്റ്റ് മന്ത് കഴിഞ്ഞു, അതായത് നവംബർ മന്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ദിസ് എന്താ പറയുക, മന്ത്ലി ഹൈ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു മാസം കഴിഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ. ഓക്കെ, അതുകൊണ്ടാണ് മന്ത്ലി ഒന്ന് ജസ്റ്റ് നോക്കുന്നത്. മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മന്ത്ലി മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് ആണ് ഉള്ളത്. അതായത് ലാസ്റ്റ് മന്തിൻ്റെ മുകളിലാണ്, അത് ഒക്ടോബറിൻ്റെ മുകളിലാണ് നവംബർ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം നവംബറിൻ്റെ ഹൈ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 26,310 ആണ് നവംബറിൻ്റെ ഹൈ. ഓക്കെ, 26,310. ഓക്കെ, സോ നമ്പർ 26,310 മാർക്ക് ചെയ്തിട്ടു. ഓൾ ടൈം ഹൈ ആണ് മാർക്കറ്റിൻ്റെ പുതിയ. അത് നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, മന്ത്ലി ലോ നമുക്ക് വേണ്ട, അത് ഒരുപാട് താഴെയാണ്. ഏകദേശം 25,317 ആണ്. അത്രയും താഴോട്ട് നമ്മൾ എന്തായാലും മാർക്കറ്റ് ഒറ്റയടിക്ക് വീണ് പോത്തൊന്നുമില്ല. ഓക്കെ, സോ വീക്ക്ലി നമുക്ക് എടുക്കാം. വീക്ക്ലി ലോ നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, വീക്ക്ലി ലോ ഇതാണ് മാർക്കറ്റിൻ്റെ അല്ലേ. ഇത് അതായത് 25,842 അല്ലേ, 25,842. ഓക്കെ, 25,842 ഈസ് അവർ വീക്ക്ലി ലോ. അതായത് ലാസ്റ്റ് വീക്കിൻ്റെ ലോ ഇതാണ്. ഓക്കെ, അതിന് നമ്മൾ ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ, ഗ്രീൻ കളർ, അത് നമുക്ക് ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് റെഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, ഗ്രീൻ പറഞ്ഞാൽ സപ്പോർട്ട്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഈ പ്രൈസ് റേഞ്ചിനുള്ളിൽ ഇതിന് മുന്നേ ഉള്ള 2 വീക്കിൻ്റെ ഹൈ കാണുന്നുണ്ട് നമ്മൾ. സോ ആ ഒരു ഹൈയും കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, അതപ്പോൾ നമുക്ക് സപ്പോർട്ടാണ്. കാരണം പ്രൈസ് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് സപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഡെയിലിയിലോട്ട് വരാം. നമുക്ക് ഡെയിലിയിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഡെയിലിയിലോട്ട് വരുമ്പം നമ്മൾ ഫ്രൈഡേയുടെ മുന്നിലുള്ള ദിവസം, അതായത് ഫ്രൈഡേയുടെ തൊട്ട് മുന്നിലുള്ള ദിവസം നമ്മൾ കാണുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഫ്രൈഡേ ഉള്ളത്, ഈ ഡേ ഉള്ളത്. അപ്പം ഈ ഡേയുടെ ഇൻസൈഡ് ബാറാണിത്. അപ്പോൾ ഇൻസൈഡ് ക്യാൻഡിലാണിത്. ഓക്കെ, സോ ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഈ ലോയുടെ തൊട്ട് താഴെ നമ്മുടെ ഒരു വീക്കിൻ്റെ 2 വീക്കിൻ്റെ ഹൈയും വരുന്നുണ്ട്. അതൊരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫുൾ റേഞ്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ 1 അവറിലോട്ട് പോവാം. 1 അവറിലോട്ട് പോയി കഴിയുമ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് റേഞ്ച് എല്ലാം കാണുന്നുണ്ട് മാർക്കറ്റിൻ്റെ. സോ മാർക്കറ്റ് അപ്പം ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് ഒരു നല്ലൊരു റാലി മുകളോട്ട് ചെയ്തിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ മാർക്കറ്റിൽ കാണുന്നത്. ഒരു സൂം ഇൻ സൂം ഔട്ട് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ ലെവൽസും കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുകളോട്ട് വെക്കാം. ഓക്കെ, ബാക്കി ഇത്രയേ ഉള്ളൂ മാർക്കറ്റിൽ. ഇത്രയും ലെവൽസ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കാണുന്നുള്ളൂ. ഓക്കെ, ഒരുപാട് ലൈൻസൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, താഴോട്ടുള്ള ലൈൻസ് ഇതൊക്കെ പൊട്ടി വീഴുകയാണെങ്കിൽ ഇനി ഒരുപാട് ലൈൻ വരച്ച് മാർക്കറ്റ് നമ്മുടെ ചാർട്ട് നിറച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചാർട്ടിൽ കുറച്ച് ലെവൽസ് മാത്രം ആവശ്യമുള്ളത് മാത്രം എടുത്തു വെക്കുക. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 26,310 മുതൽ 26,125, ഏകദേശം ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു സോണാണ് ഈ ഉള്ളത് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ വേറൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ബട്ട് ഇതൊരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇതൊരു വലിയ വാലിഡായിട്ട് നമ്മൾ ഇവിടുന്ന് 2 ദിവസം മുന്നേ ഇതെടുത്ത മാതിരിയോ അത്രയും ഒരു വാലിഡ് അല്ല ഇത്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമ്മളിത് മാർക്ക് ചെയ്തിടാം. എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്ക് സ്മാർട്ടായി തുടങ്ങി. ഓക്കെ, അവർ ഓൾറെഡി എനിക്ക് വരച്ച് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് എഡ്യൂക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ദിസ് വീഡിയോ ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ദിസ് വീഡിയോ ഈസ് നോട്ട് ഫോർ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. സോ നമ്മുടെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ സൈഡ് വേ സോൺ ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടുന്ന് നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ബൈ സൈഡിലോട്ട് നമ്മൾ പോകും. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 310, അതിൻ്റെ മുകളിലോട്ട് തുടർന്നുള്ള ടാർഗറ്റ് നമുക്ക് മുകളിലോട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് OI നോക്കിയാൽ നമുക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതല്ല മാർക്കറ്റ് മൺഡേ വന്നിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ
നമ്മൾ ഒരു സെൽ സൈഡിലോട്ട് പോകും. നമുക്ക് താഴോട്ട് നല്ലൊരു ടാർഗറ്റ് താഴോട്ടുണ്ട്. 26,000 ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. 26,000 ഈ ഒരു ഹൈ, 26,000 ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ലോ, ഇത് രണ്ടും താഴോട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും. ഈ സോണിൽ ഒരു ചോപ്പി സോൺ ആയിരിക്കും. നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ ബൈ ചെയ്യത്തുള്ളൂ. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഇതൊക്കെയാണ്: 25,856, 26,018, 26,115, 26,310. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ മന്ത്ലി വന്നു, വീക്കിലി വന്നു, ഡെയിലി വന്നു, ഹവർലി വന്നു. 50 മിനിറ്റ്സിൽ നമ്മൾ അനാലിസ് ചെയ്ത് വന്ന് എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് ലെവൽസ് ഒന്നും ഇല്ല. നമ്മുടെ ചാർട്ട് നല്ല ക്ലീൻ ആണ്. നമ്മൾ ഇത്രയും ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ എൻട്രി മൺഡേ നല്ലൊരു പ്രൈസ് സെഷൻ വരികയാണെങ്കിൽ നമ്മൾ ബൈ സൈഡിലോട്ടായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക എൻട്രി. സെൽ സൈഡിലോട്ട് നമ്മൾ പോകത്തില്ല. പോവുകയാണെങ്കിൽ തന്നെ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു വോളിയം ഉണ്ടെങ്കിൽ നമ്മൾ സെൽ സൈഡിലോട്ട് പോകത്തുള്ളൂ. പിന്നെ നമ്മൾ OA ഒക്കെ നോക്കും, എന്താണ് OAയിലെ ചേഞ്ചസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സെൽ സൈഡിലോട്ടുള്ള എൻട്രിയിലോട്ട് പോവാം. മൺഡേ മോസ്റ്റ് ചാൻസ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും, എന്നിട്ട് ഒന്ന് താഴോട്ട് വരും, എന്നിട്ട് പിന്നെ മുകളിലോട്ടുള്ള ഈ ഒരു മൂവ്മെൻ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ബോട്ടത്തിൽ നിന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിങ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്യാം. അത് നോക്കാം ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഒന്ന് താഴോട്ട് വന്നിട്ട് ദെൻ ഗോ അപ്പ്. ഓക്കെ, ഓൾ ടൈം ഹൈയിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം GDP ഡാറ്റയൊക്കെ നല്ല എന്താ പറയുക, നല്ല ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ. സോ മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ FII DI ഡാറ്റ നോക്കുകയാണെങ്കിൽ FII ഷോർട്ട് കവറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പം ഒരു ബുൾ റൺ തരാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് മാർക്കറ്റാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കി, നമ്മളൊരു ടെക്നിക്കൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്നിക്കൽ ആക്ഷൻ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യും. സോ മൺഡേയിലോട്ടുള്ള ലെവൽസൊക്കെ ഭംഗിയായിട്ട് ഇതാവും. ആകെ 1, 2, 3, 4 ലൈനേ ഉള്ളൂ. നമ്മൾ 1, 2, 3, 4 ലൈനേ ഉള്ളൂ, 4 വരകളേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലെവൽസ് കാണുന്നുണ്ട്. നിങ്ങളും ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡിസംബറും ഒരു പ്രോഫിറ്റബിൾ മന്തായിട്ട് അത് നെറ്റ് P&L നിങ്ങളുടെ പ്രോഫിറ്റിൽ തീർക്കാൻ നോക്കുക. ഡിസംബറിൽ ഒരുപാട് ട്രേഡൊന്നും എടുത്ത് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു വട്ടം ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ആദ്യം. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.